ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടകം 1. ഇന്ന് ഞങ്ങൾ തൃശ്ശൂർകാർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ഞങ്ങളുടെ വടക്കുന്നാഥിൽ ആനയൂട്ടാണ്. അപ്പോൾ ആനയൂട്ടിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ ദിവസം ആദ്യം എൻ്റെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നത് കുടമൺ ശിവനാണ് കേട്ടോ. എങ്ങനെയുണ്ട് ആള്? രാവിലെയൊക്കെ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മഴ കുറച്ച് തോർന്നിട്ടുണ്ട് കേട്ടോ. അതിനനുസരിച്ച് തിരക്കും കൂടി വരുന്നുണ്ട്. അപ്പം അതുപോലെ ഞാൻ ഇന്നും ഇവിടേക്ക് എത്താൻ ലേറ്റായി. ഒരു 8-8:30-9 മണിയായി. ഇപ്പോൾ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയപ്പോൾ ഒരാളെ കൂടെ കിട്ടിയിട്ടോ. അരുണിമ പാർത്ഥസാരഥി. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ ആനയുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം കേട്ടോ, എന്നിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട്. അങ്ങനെ നമ്മുടെ പാർത്ഥസാരഥി ഇവിടെ എത്തിയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ഇവിടെ നിന്നു കേട്ടോ. അപ്പം നമ്മളും അവൻ്റെ അഴകൊക്കെ നോക്കിയിട്ട് അങ്ങനെ നിന്നു. ഇവിടെ നല്ല തിരക്കാട്ടോ. ഞാൻ പൊതുവെ പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോസ് എടുക്കൽ കുറവാട്ടോ. ഉള്ളിൽ നിന്നാണ് ഞാൻ കൂടുതലും വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. ഉള്ളിൽ സൂചി കുത്താൻ ഇടം കിട്ടും തോന്നുന്നില്ല. എന്തായാലും നോക്കാം നമുക്ക്. അങ്ങനെ അവൻ ശാന്തനായി ചെവിക്കാട്ടി അങ്ങനെ നിൽക്കുവാണ്. ഏകദേശം 60-ൽ പരം ആനകളാട്ടോ ഈ വട്ടം ആനയൂട്ടിനെത്തണേ. അങ്ങനെ അവൻ പോയി. എന്തായാലും വേറെ ആനകൾ വരുന്നുണ്ട്. നമുക്ക് അവരുടെയും കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പതുക്കെ ഉള്ളിൽ കയറാമെന്ന് വിചാരിക്കണം. അങ്ങനത്തെ ശിവനും എത്തിയിട്ടുണ്ട്. അവൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവനിപ്പോൾ കയറും. എന്താ കൊമ്പിൻ്റെ നീളല്ലേ! കൊമ്പിൻ്റെ കാര്യത്തിൽ ആളൊരു പുലി തന്നെ കേട്ടോ. എന്താ നീളം! സാധാരണഗതിയിൽ ആനയ്ക്ക് ഈ തീറ്റ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നീളത്തിലുള്ള കൊമ്പുകളൊക്കെ വെട്ടി ചെറുതാക്കുന്നത്. ഈ സമയം കൊണ്ട് പുറകിൽ വേറൊരുത്തനും കൂടി വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാന്ന് പറയാൻ തന്നെ ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണ്. കൊമ്പൊക്കെ മുറിക്കുമ്പോഴേ ആനയുടെ വാൽക്കണ്ണിൻ്റെ അവിടെ നിന്ന് കൊമ്പിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ള അളവ് എടുക്കും. എന്നിട്ട് ആ അളവ് കഴിച്ച് ബാക്കിയുള്ളതാണ് മുറിക്കുള്ളൂ. ഈ അളവെടുക്കലിലോ മുറിക്കലിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ആനയുടെ എന്താ പറയുക, കൊമ്പ് പഴുക്കാൻ തുടങ്ങും. നമ്മുടെ അവിടെയൊക്കെ വനം വകുപ്പിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ അവൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. അങ്ങനെ അവനെന്തേ ഉള്ളിലോട്ട് പോയി. ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള ആൾക്കാരെ കൊണ്ട് ആനയ്ക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. അത്രയും തിരക്കുണ്ട് ഇപ്പോൾ അവിടെ. ഇവൻ്റെ പേര് വട്ടമൺകാവ് മണികണ്ഠൻ. രാമൻ്റെ അപരൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആനയാട്ടത്. നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ അപരൻ എന്നാണ് ഈ ആന അറിയപ്പെടുന്നത്. ആളുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ ഏകദേശം അതുപോലൊക്കെ തന്നെ ഉണ്ട്. ആന കേരളത്തിൻ്റെ ഭാവി താരം, അതാണ് ഈ മുതൽ. ഇവന് വലിയ പ്രായമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 28-30 വയസ്സ് വരെ അത്ര പ്രായമുള്ളൂ. പക്ഷെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ആൾ യോഗ്യനായിട്ടുണ്ട്. അങ്ങനത്തെ അടുത്താളും വരുന്നുണ്ട്. ഗുരുവായൂർ ദേശത്തിലെ അനന്തനാരായണൻ. ഗുരുവായൂർ ആനക്കോട്ടയിലെ വളരെ ഗൗരവക്കാരനായ ഒരു ആന എന്ന പേരിലാട്ടോ ഈ ആന അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള നാടൻ ആന. ഇവന് ഉത്സവങ്ങൾക്ക് അധികം കാണാറില്ല. കാരണം ഇവൻ്റെ നീരുകാലം എന്ന് പറയുന്നത് തന്നെ ഉത്സവ സീസണിലാണ്. മംഗലാംകുന്നിൽ നിന്ന് വന്നിട്ടുള്ള ആനയാണ് കേട്ടത്. മംഗലാംകുന്ന് അപ്പു എന്നാണ് ഇതിൻ്റെ പഴയ പേര്. ഇപ്പോൾ ഏകദേശം ഒരു 33-34 വയസ്സ്, അതാണ് അവൻ്റെ പ്രായം. ഈ കാഴ്ച പൂരപ്രേമികൾക്ക് ഒരു പ്രത്യേക വൈബ് കേട്ടോ. ഇങ്ങനെ ആനയുടെ ബാക്കിൽ കൂടെ അതിനെ കണ്ടുകൊണ്ട് നടക്കാന്ന് പറയണത്. എൻ്റെ അമ്മോ, ഭയങ്കര തിരക്കാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത്ര തിരക്കുണ്ടായിരുന്നോ? ഇതിപ്പോൾ എങ്ങനെ ഉള്ളിൽ കിടക്കുക? എങ്ങനെയൊക്കെ ഉന്തി തള്ളി മുകളിലെത്തി. അവിടെ നിന്ന് നോക്കിയപ്പോഴാ ഇനി ആൾക്കാർ കയറാനുണ്ട്. തിരക്ക് വീണ്ടും കൂടിയെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലും മോശമൊന്നുമില്ല. ഇപ്പോഴേ ആൾക്കാർ നിറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പിന്നെ പോസിറ്റീവ് വൈബിനെ പറ്റിയിട്ട് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
ഗജപൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് എന്തായാലും അവിടേക്കൊന്ന് നടന്നു നോക്കാം. മഴ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ വിഷ്വൽസ് കിട്ടുന്നതാണ് കേട്ടോ ഇന്ന് എൻ്റെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് നോക്കാം. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കലൊക്കെ അലമ്പാവും. രക്ഷപ്പെട്ടു, കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇവർ ലാസ്റ്റ് ബാച്ചാണെന്നുണ്ട്. ഇതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗജപൂജ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നണേ. ഞാനിത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാട്ടോ ആദ്യമായിട്ട് കാണണേ. അന്ന് തൊട്ട് പിന്നെ ഒറ്റ കൊല്ലം മുടക്കാറില്ല. ഇതുകൂടി കഴിഞ്ഞ് നേരെ ആനയൂട്ടാട്ടോ. ഇവിടെ നമ്മുടെ കളക്ടറെ കാണാട്ടോ, ആളോടെ ഉണ്ട്.